തൻ്റെ 18ാമത്തെ വയസ്സിലാണ് സഖാവ് ലെനിൻ ഒരു യുവ മാർക്സിസ്റ്റായി തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി തുടങ്ങുന്നത്. 1888 18 വയസ്സ് പ്രായമുള്ള വ്ളാഡിമിർ ഉല്യനോവ് റഷ്യയിലെ തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയിരുന്ന പ്രധാനപ്പെട്ട അക്കാലത്തെ വിപ്ലവകാരികളുമായി ചെർണി ഷേവ്സ്കി എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവ നേതാവുമായി സമ്പർക്കം പുലർത്താൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് ലെനിൻ ഈ 18ാമത്തെ വയസ്സിലൊരു കത്തയച്ചു. പക്ഷേ ലെനിന് മറുപടി ലഭിച്ചില്ല. കാരണം ഈ സഖാവ് അതീവ ഗുരുതരമായ അവസ്ഥയിൽ രോഗശയ്യയിലായിരുന്നു. അതുകൊണ്ട് ലെനിന് മറുപടി അയക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 1895 സഖാവ് ലെനിൻ വിദേശത്ത് പോവുകയും അവിടെ വെച്ച് എംഗൽസിനെ നേരിൽ കാണാൻ ശ്രമിക്കുകയും ചെയ്തതായിട്ടുള്ളൊരു സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചില്ല. 75 വയസ്സുണ്ടായിരുന്ന എംഗൽസ് അസുഖബാധിതനായി അവശനായ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. സന്ദർശകരെ സ്വീകരിക്കാനുള്ള ഒരവസ്ഥയിലായിരുന്നില്ല ലെനിൻ അക്കാലത്ത്. അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത് ശാരീരികമായി അതിന് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ സന്ദർശകരെ അനുവദിക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥിതിയിലായിരുന്നില്ല. ഈ രണ്ടുപേരുമായി നേരിട്ട് സമ്പർക്കം പുലർത്താൻ ലെനിന് കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം അതിന് ശ്രമിച്ചു എന്ന വസ്തുത തന്നെ അക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുള്ള ഒരു യുവ മാർക്സിസ്റ്റിൻ്റെ വിപ്ലവ തീഷ്ണയുടെ പ്രതിഫലനമായിരുന്നു ലെനിൻ്റെ ഈ ബന്ധപ്പെടലുകളെല്ലാം. മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും സിദ്ധാന്തവും റഷ്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആശയാനുഭവങ്ങളുമെല്ലാം മഹത്തായൊരു മാർക്സിയൻ വിപ്ലവത്തിൻ്റെ പൈതൃകം. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരിൽ നിന്നാണ്. റഷ്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങളുടെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 വിപ്ലവകാരികളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ അനുഭവങ്ങളെല്ലാം കിട്ടിയത്. അതായത് നന്നേ ചെറുപ്പത്തിൽ തന്നെ ലെനിൻ്റെ മേൽ നിർണായക സ്വാധീനം ചെലുത്തിയ ദാർശനികരും വിപ്ലവകാരികളുമായിരുന്നു മാർക്സും എംഗൽസും. റഷ്യയിലെ പാർട്ടിക്ക് അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾക്ക് നേതൃത്വം കൊടുത്ത ചെർണി ഷേവ്സ്കിയും എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1888 തൻ്റെ 18ാമത്തെ വയസ്സിൽ തന്നെ ലെനിൻ മൂലധനത്തിൻ്റെ ഒരു സംഗ്രഹം കുറിച്ചെടുക്കുകയും മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും മറ്റു കൃതികളെക്കുറിച്ച് ഗഹനമായ പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ ആശയങ്ങളുടെ സംശീകരണവും ലെനിൻ്റെ വ്യക്തിത്വത്തിൻ്റെ രൂപീകരണവും എല്ലാം നടന്നത് ആശയപരമായും ധാർമ്മികമായും ഒരു പുരോഗമന അന്തരീക്ഷം കളിയാടിയിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനകത്തായിരുന്നു. ഉല്യനേവ് കുടുംബത്തിലായിരുന്നു ലെനിൻ ജനിച്ചത്. ലെനിൻ്റെ അച്ഛൻ ഇലിയ ഉല്യനേവ് ഒരു റഷ്യൻ അടിയാളൻ്റെ മകനായിരുന്നു. ഒരു അധ്യാപകനായി അദ്ദേഹം ജീവിതം ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം സിംബർഗ്സ് പ്രവിശ്യയിലെ പ്രാഥമിക വിദ്യാലയങ്ങളുടെ എല്ലാം ഇൻസ്പെക്ടറായി, പിന്നീട് അതിൻ്റെ ഡയറക്ടറായി എല്ലാം മാറുകയായിരുന്നു. സംസ്കാരത്തിൻ്റെയും സന്മാർഗനിഷ്ഠയുടെയും എല്ലാം കാര്യത്തിൽ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന അദ്ദേഹം പ്രഗത്ഭനായ ഒരു അധ്യാപകനായിരുന്നു. അതിൻ്റെ എല്ലാം ഗുണങ്ങൾ സഖാവ് ലെനിനിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ലെനിൻ്റെ ജ്യേഷ്ഠൻ അലക്സാണ്ടർ ഉല്യനേവ് ഒരു ഉജ്ജ്വലനായ വിപ്ലവകാരിയായിരുന്നു. നെരോദിക്കുകളുടെ പാർട്ടിയായ നെരോദ് നയ വോല്യ എന്ന പാർട്ടിയിൽ അദ്ദേഹം ചേർന്നു. സർ ചക്രവർത്തിയെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കുറ്റം അദ്ദേഹത്തിന് മുകളിൽ ചക്രവർത്തിയുടെ ഭരണകൂടം ചുമത്തി. അലക്സാണ്ടർ ഉല്യനേവിനെ 1887 മാർച്ച് 1 അറസ്റ്റ് ചെയ്യുകയും 87 മെയ് 8 സീഷൽബർഗ് ജയിലിൽ വെച്ച് തൂക്കിക്കൊല്ലുകയും വധിക്കുകയും ചെയ്തു. റഷ്യൻ ഭരണകൂടം, സാർ ഭരണകൂടം വളരെ കൃത്യമായി നടപ്പിലാക്കിയ ഒരു ഗൂഢപദ്ധതിയായിരുന്നു അലക്സാണ്ടർ ഉല്യനേവിനെ തൂക്കിക്കൊല്ലുക എന്നത്. അക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ലെനിൻ്റെ സഹോദരിയെയും നാടുകടത്തിയെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ലെനിൻ്റെ അമ്മ മരിയ അലക്സാണ്ട്രനോവ പല വിദേശ ഭാഷകളും അറിയാവുന്ന ഒരു നല്ല വിജ്ഞാന ശേഖരമായിരുന്നു അവർ. കൂടാതെ സാഹിത്യത്തിലും സംഗീതത്തിലും ചിത്രകലയിലും എല്ലാം അവർക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു. ഇതെല്ലാം തൻ്റെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനും അവരെ സർവ്വതോന്മുഖമായ നിലയിലേക്ക് അവരെ വികസിപ്പിച്ചെടുക്കാനുമെല്ലാം നല്ല പ്രാപ്തിയോടുകൂടി തന്നെ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനുമെല്ലാം മരിയ അലക്സാണ്ടർ ബ്രോവിന പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഇതെല്ലാം ലെനിൻ്റെ ഒരു വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സംഭവങ്ങളായിരുന്നു.
തൻ്റെ സഹോദരൻ്റെയും അതുപോലെ തന്നെ നരോദ് നയവല്യയിലെ വിപ്ലവകാരികളുടെയും എല്ലാം ധൈര്യത്തെ വാഴ്ത്തുമ്പോൾ തന്നെ 17 വയസ്സുള്ള വ്ളാഡിമിർ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും ഇങ്ങനെ പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. ഭരണാധികാരത്തിൻ്റെ ഒറ്റ തിരിഞ്ഞ പ്രതിനിധികളെയോ സാർ ചക്രവർത്തിയെ തന്നെയോ കൊലപ്പെടുത്തുകയല്ല സ്വേച്ഛാധിപത്യത്തിനും മർദ്ദനത്തിനും അറുതി വരുത്താനുള്ള വഴിയെന്ന് ലെനിൻ അക്കാലത്ത് തന്നെ കരുതിയിരുന്നു. ഈ തൻ്റെ അഭിപ്രായങ്ങൾ വളരെ പരസ്യമായി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ 17-18 വയസ്സിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അദ്ദേഹം അക്കാലത്ത് തന്നെ പ്രഖ്യാപിച്ചു, ഇല്ല, നമ്മൾ ആ വഴി സ്വീകരിക്കില്ല, നമ്മൾ നീങ്ങേണ്ടത് ആ വഴിക്കല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറച്ച അഭിപ്രായം എന്ന് പറയുന്നത്. 1880കളുടെ മധ്യമായപ്പോഴേക്കും നരോദിനിക് വിപ്ലവകാരികൾ ഏകദേശം അവരുടെ പ്രവർത്തനം എല്ലാം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലെത്തി. കർഷകരെയും ബഹുജനങ്ങളെയും സമരരംഗത്ത് ഇറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താനോ സമൂഹത്തെ ആകെ ജനാധിപത്യപരമായി വാർത്തെടുക്കാനോ ഒന്നും അവർക്ക് കഴിഞ്ഞില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ വിപ്ലവകാരികളല്ലാത്തവരായി മാറിയ, അല്ലെങ്കിൽ സ്വസ്ഥവും സമാധാനപരവുമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ട ലിബറലുകളായി അവർ മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. നരോദിനിക് പ്രസ്ഥാനത്തെ ഈ ഒരു അവസ്ഥ കൂടുതൽ ഈ ലിബറലുകൾ കൈയടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇങ്ങനെ റഷ്യയിലെ അന്തരീക്ഷം മാറി തുടങ്ങുകയും ചെയ്തിരുന്നു. വിപ്ലവ നരോദിനിക് പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ അപഗ്രഥിക്കുകയും നരോദിനിക് ലിബറലിസത്തെ വിലയിരുത്തുകയും സ്വേച്ഛാധിപത്യത്തിനും ചൂഷണത്തിനുമെല്ലാം എതിരായി സമരം ചെയ്യാനുള്ള പുതിയ വഴികൾ കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് അക്കാലത്ത് റഷ്യയിലെ പുരോഗമന ചിന്തകരെയും പുതിയ തലമുറയിൽപ്പെട്ട വിപ്ലവകാരികളെയും എല്ലാം അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ പ്രശ്നങ്ങളുടെ അപഗ്രഥനം സഖാവ് ലെനിൻ തൻ്റെ വളരെ ചെറുപ്പകാലത്ത് തന്നെ ഏറ്റെടുത്തു എന്നുള്ളതായിരുന്നു ലെനിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. നരോദിനിക് സാഹിത്യം, അതേപോലെ തന്നെ മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും കൃതികൾ, പ്രമുഖ ധനതത്വ ശാസ്ത്രജ്ഞന്മാരുടെയും തത്വശാസ്ത്രജ്ഞന്മാരുടെയും ചരിത്രകാരന്മാരുടെയും എല്ലാം കൃതികൾ പരിശോധിക്കൽ, അധ്വാന വിമോചന ഗ്രൂപ്പുകളുടെ പ്രസിദ്ധീകരണങ്ങൾ പഠിക്കൽ, ഇവയെല്ലാം വളരെ സശ്രദ്ധമായി തന്നെ ലെനിൻ ഇക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്നു. 1887 അദ്ദേഹം നിയമപഠനാർത്ഥം കസാൻ സർവകലാശാലയിൽ ചേർന്നു. തൻ്റെ ചിന്താഗതികളും നിഗമനങ്ങളും എല്ലാം അവിടുത്തെ വിദ്യാർത്ഥി വൃന്ദങ്ങൾക്ക് മുമ്പാകെ അദ്ദേഹം അവതരിപ്പിക്കുകയും തൻ്റെ വാദങ്ങളെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. പലരുമായി തർക്കങ്ങളും ചർച്ചകളും എല്ലാം ലെനിൻ ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് നടത്തി. കൂടുതൽ വായനയും അതുപോലെ തന്നെ നീറുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെപ്പറ്റി വീണ്ടും ഉള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും എല്ലാം നടത്തുകയായിരുന്നു. അങ്ങനെയായിരുന്നു ലെനിൻ്റെ ഓരോ ദിവസവും ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരുന്നത്. സർക്കാരിൻ്റെ മർദ്ദനത്തിനെതിരായി മോസ്കോയിലെ വിദ്യാർത്ഥികളുടെ സമരത്തോടുള്ള അനുഭവ സൂചകമായി യൂണിവേഴ്സിറ്റിക്കകത്ത് വിദ്യാർത്ഥികൾ നടത്തിയ പ്രകടനവും അതേപോലുള്ള വലിയ യോഗവും എല്ലാം ലെനിനെ ഗാഢമായി സ്പർശിച്ച സംഭവമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലെനിൻ അതിൻ്റെ ഒരു നേതാവായി മാറുകയായിരുന്നു അവിടെ. അതിനെ തുടർന്ന് ലെനിനെ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ലെനിൻ എന്ന വിപ്ലവകാരിയുടെ ആദ്യത്തെ അറസ്റ്റും പോലീസിൻ്റെ മേൽനോട്ടത്തിലുള്ള ആദ്യത്തെ നാടുകടത്തലും എല്ലാം ഈ ചെറിയ പ്രായത്തിൽ തന്നെ നടന്നു കഴിഞ്ഞു എന്നർത്ഥം. തൻ്റെ മകനെ സർവകലാശാലയിൽ തിരിച്ചെടുക്കാൻ അപേക്ഷിച്ചുകൊണ്ടുള്ള ഹർജികൾ മെറിയ അലക്സാന്ദ്ര പലർക്കും അയച്ചിരുന്നുവെങ്കിലും അവയെല്ലാം തള്ളപ്പെടുകയായിരുന്നു. എന്നാൽ യുവാവായ ലെനിന് ഈ കാര്യത്തിൽ ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ സമയം വായനയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ നിശ്ചയിച്ചു. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചു. ആ വായനയുടെ ഫലമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1889 ലെനിൻ പരിഭാഷപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള വിപ്ലവ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു ചുവടുവെപ്പായിരുന്നു ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തലും പരിഭാഷപ്പെടുത്തൽ മാത്രമായിരുന്നില്ല, അതിനെക്കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കി വളരെ ഗഹനമായ പഠനം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെക്കുറിച്ച് അദ്ദേഹം നടത്തിയതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പായിരുന്നു. അതൊരു സ്വതന്ത്രമായ രചനയല്ലായിരുന്നുവെങ്കിലും, അതായത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പരിഭാഷ എന്നുള്ളത് ഒരു സ്വതന്ത്രമായ രചനയല്ലായിരുന്നുവെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ അതിനെക്കുറിച്ചുള്ള ഗഹനമായ പഠനം അദ്ദേഹം നടത്തി എന്നുള്ളത് വളരെ ഗൗരവം തന്നെയായിരുന്നു. എന്നാൽ ഈ പറയുന്ന ലെനിൻ്റെ ഇടപെടലുകൾ
അദ്ദേഹത്തിൻ്റെ തീവ്രമായ ഒരു വിപ്ലവപാത തെരഞ്ഞെടുക്കലിൻ്റെ നാഴികക്കല്ലായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ മഹത്തായ ആശയങ്ങളുടെ പ്രചരണവും ഈ ഒരു വായനയെ തുടർന്ന് തന്നെയാണ് സഖാവ് ലെനിൻ ആരംഭിച്ചത്. റഷ്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൽ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് അന്നൊരു വലിയ തടസ്സമായി നിന്നത് നരോദനിക് പ്രത്യയശാസ്ത്രമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കൽ എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ചുരുക്കത്തിൽ 1890കളിലെ ലെനിനകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ലെനിനിലെ ആശയസമരം അദ്ദേഹത്തിലെ മാർക്സിസ്റ്റിനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായി വികസിപ്പിക്കുകയായിരുന്നു. 19ാം നൂറ്റാണ്ടിലെ നരോദിനിക്കുകൾ 70കളിലെ നരോദിനിക്കുകളിൽ നിന്ന് വളരെ വ്യത്യസ്തരമായിരുന്നു എന്ന് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തെളിയിച്ചുകൊണ്ടിരുന്നു. 70കളോടെ അവർ ജനങ്ങളെ സമരനിരതരാക്കുന്ന കലാപകാരികളും വിപ്ലവകാരികളും ഒന്നും അല്ലാതായി മാറിക്കഴിഞ്ഞ ഒരു കാലമായിരുന്നു പിന്നീടുണ്ടായിരുന്നു. ക്ഷുദ്രവും ദയനീയവുമായ ചില പരിഷ്കരണ നടപടികൾ അടങ്ങുന്ന ചില പദ്ധതികളുമായി സർക്കാരിനെ സമീപിക്കൽ മാത്രമായിരുന്നു അക്കാലത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. പക്ഷേ റഷ്യയിലെ പൊതുജനങ്ങൾക്കിടയിൽ പൊതുജനാഭിപ്രായത്തിനു മേൽ അവർക്ക് വലിയ സ്വാധീനം ഗണ്യമായ നിലയിൽ തന്നെ ആ ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് അവിടുത്തെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമായിരുന്നു. നിരോധനിക്കുകളുടെ തെറ്റുകൾ വിശദീകരിക്കുക, നിരോധനിക വീക്ഷണത്തിൻ്റെ മൗലിക തത്വങ്ങളെ ദൃഢമായി വിമർശിക്കുക, അത് ലിബറലിസമായും ക്ഷുദ്രമായ പരിഷ്കരണവാദമായും അധപ്പതിക്കാതെ തരമില്ലെന്ന കാര്യം വെളിപ്പെടുത്തുക, അതിൻ്റെ സാമൂഹ്യ വേരുകൾ എല്ലാം തുറന്നു കാണിക്കുക, ഇതെല്ലാമാണ് ലെനിൻ ഉൾപ്പെടെ റഷ്യയിലെ മാർക്സിസ്റ്റുകാരെ അക്കാലത്ത് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളെന്നർത്ഥം. ലെനിൻ മാർക്സിസ്റ്റുകാരും സഖാവ് ലെനിനും അതുപോലെ തന്നെ റഷ്യൻ മാർക്സിസ്റ്റുകാരുമെല്ലാം ഈ പറയുന്ന ഒരു കടമ ഏറ്റവും നല്ല നിലയിലേക്ക് തന്നെ നിർവഹിച്ചു പോകുന്നതിന് നേതൃത്വം കൊടുത്തു. അക്കാലത്ത് റഷ്യൻ മാർക്സിസത്തിൻ്റെ നേതാവായിരുന്ന ഒഹാനോ ഈ കടമ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കടമയായി ഏറ്റെടുക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടായി. ആ കാലത്താണ് ആരാണ് ജനമിത്രങ്ങൾ, അവർ സോഷ്യൽ ഡെമോക്രാറ്റിക്കാരോട് പൊരുതുന്നതെങ്ങനെ എന്ന തൻ്റെ ആദ്യത്തെ കൃതി 1894 സഖാവ് ലെനിൻ എഴുതുന്നത്. ഈ കൃതിയിൽ, ഈ വളരെ പ്രധാനപ്പെട്ട കൃതിയിൽ നിർണായകമായ മറുപടികൾ ഈ നരോദിക്കുകൾക്ക് നൽകിക്കൊണ്ടിരുന്നത് സഖാവ് ലെനിൻ തന്നെയായിരുന്നു. ഇതോടെ റഷ്യൻ മാർക്സിസ്റ്റ് വിപ്ലവകാരികൾക്കിടയിൽ വ്ളാഡിമർ ഉല്യനോവ് വളരെ പരിചിതനായി മാറിക്കഴിയുന്ന നിലയിലേക്ക് മാറി. 1892-93 കാലത്ത് അദ്ദേഹം സമാറയിലെ മാർക്സിസ്റ്റ് സ്റ്റഡി സർക്കിളിന് നേതൃത്വം നൽകുന്ന നിലയിലേക്ക് വളർന്നു. പിന്നീട് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലും പഠന സ്കൂളുകൾ, പാർട്ടി പഠന സ്കൂളുകൾക്കെല്ലാം ലെനിൻ നേതൃത്വം നൽകുകയുണ്ടായി. ഇതെല്ലാം വഴി സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ തൊഴിലാളി വർഗത്തിനിടയിൽ പ്രചാരവേലയും സംഘടനാ പ്രവർത്തനവും എല്ലാം അദ്ദേഹം സജീവമായി നടത്തുന്ന നിലയും അക്കാലത്തുണ്ടായിരുന്നു. നരോദിനിക് പ്രത്യയശാസ്ത്രത്തെയും നേതാക്കളെയും വിമർശിച്ചുകൊണ്ടും റഷ്യ നേരിടുന്ന സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ അപഗ്രഥിച്ചുകൊണ്ടുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളുടെ കയ്യെഴുത്തു പ്രതികൾ റഷ്യയിലെ വിപ്ലവകാരികളായ യുവാക്കൾക്കിടയിൽ നല്ല നിലയിലേക്കായിരുന്നു അക്കാലത്ത് പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരുന്നത്. നിയമവിരുദ്ധ യോഗങ്ങളിൽ സഖാവ് ലെനിൻ നടത്തിയ പ്രസംഗങ്ങളെക്കുറിച്ച് സാറിസ്റ്റ് രഹസ്യ പോലീസിന് ധാരാളം വിവരങ്ങൾ ലഭിക്കുകയും അവർ ലെനിനെ മാർക്ക് ചെയ്യാനും ഈ കാലം തൊട്ട് തന്നെ തുടങ്ങി. ആരാണ് ജനമിത്രങ്ങൾ, അവർ സോഷ്യൽ ഡെമോക്രാറ്റുകളോട് പൊരുതുന്ന എങ്ങനെ എന്നുള്ള പുസ്തകം ആരംഭിക്കുന്നത് തന്നെ നരോദിനിക് പരിപാടിയിലെ മൗലിക ദാർശനിക തത്വങ്ങളെക്കുറിച്ചുള്ള കടുത്ത വിമർശനത്തോടു കൂടിയാണ്. വ്യക്തിയാണ് ചരിത്രത്തിൻ്റെ ശില്പി എന്നതായിരുന്നു നരോദിനിക് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത്. എന്താണ് അഭിലഷണീയം അല്ലെങ്കിൽ അനഭിലഷണീയമായത് എന്താണ് എന്ന് ആദ്യം നിശ്ചയിക്കുക, എന്നിട്ട് അഭിലഷണീയമായത് നേടാനുള്ള അല്ലെങ്കിൽ അനഭിലഷണീയമായത് നീക്കം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തുക. ഇതാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ, രാഷ്ട്രീയ പ്രവർത്തകരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ കടമയെന്നാണ് പ്രമുഖനായ നരോദിക് സൈദ്ധാന്തികരെല്ലാം തുടർച്ചയായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആൾക്കൂട്ടത്തെ തന്നോടൊപ്പം നിർത്താൻ കഴിവുള്ള ശക്തനായ ഒരു വ്യക്തിയുടെ ശക്തമായ അഭിലാഷമാണ് സമൂഹത്തിൻ്റെ വികാസത്തിലെ നിർണായക ഘടകമെന്നായിരുന്നു അവർ വാദിച്ചുകൊണ്ടിരുന്നത്.
ചരിത്രത്തിൽ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളെ നിഷേധിക്കുകയും ചരിത്രത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ വ്യക്തിയുടെ ഇച്ഛയും ആഗ്രഹങ്ങളുമായി ചുരുക്കുകയും ചെയ്യുന്ന ഈ ദാർശനിക സരണിക്ക് ആത്മനിഷ്ഠവാദം എന്നാണ് അക്കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തു വേണമെങ്കിലും രൂപപ്പെടുത്തിയെടുക്കാവുന്ന കളിമണ്ണായിട്ടാണ് നൈരോദിക്കുകൾ ജീവിതത്തെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യനെയും പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെയും എല്ലാം വീക്ഷിച്ചത്. മുതലാളിത്തത്തിൽ നിന്നും അക്കാലത്തെ കർഷക കമ്മ്യൂണിൽ നിന്നുമുള്ള ആശയങ്ങൾ എടുത്ത കൂട്ടിക്കലർത്തലുകളായിരുന്നു നൈരോദിക്കുകളുടെ പ്രത്യയശാസ്ത്രമെന്ന് പറയുന്നത്. യാഥാർത്ഥ്യം ഒരു നിഷ്ക്രിയ വസ്തുവല്ലെന്നും വീരപുരുഷന്മാരുടെ ഇച്ഛാനുസരണം ഏതു രൂപത്തിൽ വേണമെങ്കിലും രൂപപ്പെടുത്തിയെടുക്കാവുന്ന കളിമണ്ണല്ലെന്നും നൈരോദിക്കുകളുമായുള്ള വാദപ്രതിവാദത്തിനിടയിൽ സഖാവ് ലെനിൻ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയും സമർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. വ്യക്തിയുടെ ഇച്ഛയെയോ ആഗ്രഹത്തെയോ ആശ്രയിക്കാത്ത അതിൻ്റേതായ ആന്തരിക യുക്തി അനുസരിച്ചാണ്, വസ്തുനിഷ്ഠ നിയമങ്ങളെ അനുസരിച്ചാണ് യാഥാർത്ഥ്യം വികസിക്കുന്നത് എന്ന് ലെനിൻ സമർത്ഥിച്ചു. ചൈതന്യവത്വവും സമഗ്രവും വികസിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു ജൈവ വസ്തുവാണ് മനുഷ്യ സമൂഹമെന്ന് സഖാവ് ലെനിൻ ധാരാളം തെളിവുകളുടെയും ഉദാഹരണങ്ങളുടെയും എല്ലാ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു. സഖാവ് ലെനിൻ എഴുതി, മേലധികാരികളുടെ ഇഷ്ടാനുസരണം എന്തു മാറ്റം വേണമെങ്കിലും വരുത്താവുന്ന വ്യക്തികളുടെ ഒരു യാന്ത്രിക സമുച്ചയമാണ് സമൂഹമെന്ന ധാരണയ്ക്ക് മാർക്സ് അറുതി വരുത്തിയിട്ടുണ്ട്. സമൂഹത്തിലെ ഉൽപാദന ബന്ധങ്ങളുടെ ആകെ തുകയാണ് സാമൂഹ്യ സാമ്പത്തിക സംവിധാനമെന്ന ധാരണ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലെനിൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത്തരം സംവിധാനങ്ങളുടെ വികാസം ഒരു സ്വാഭാവിക ചരിത്ര പ്രക്രിയയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അങ്ങനെ സാമൂഹ്യശാസ്ത്രത്തിന് ആദ്യമായി ഒരു ശാസ്ത്രീയ അടിത്തറ നൽകിയത് സഖാവ് ലെനിനായിരുന്നു എന്നുള്ളത് ചരിത്രപരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ലെനിൻ തുടർന്നെഴുതിയത് ഇങ്ങനെയായിരുന്നു: യാഥാർത്ഥ്യത്തെ അപഗ്രഥിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതിന് പകരം വ്യത്യസ്ത സാമൂഹ്യ സംവിധാനങ്ങളിൽ നിന്നും ഓരോരോ അംശങ്ങൾ അർത്ഥമില്ലാതെ അടർത്തിയെടുത്ത് തട്ടിക്കൂട്ടിയ ഒരു സങ്കല്പ ലോകത്തെ നമുക്ക് കാഴ്ചവെക്കുകയാണ് നൈരോദിക്കുകൾ ചെയ്തത്. നൈരോദിക്കുകളുടെ വീക്ഷണങ്ങൾ വെറും സാങ്കല്പികവാദം മാത്രമല്ല, പിന്തിരിപ്പൻ കൂടിയാണെന്ന് ലെനിൻ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടി. കാരണം വില്ലേജ് കമ്മ്യൂണുകൾ നിലനിർത്താനാണ് അവർ ആഗ്രഹിച്ചിരുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതാകട്ടെ, വില്ലേജ് കമ്മ്യൂണാകട്ടെ റഷ്യയിലെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ ദരിദ്ര കർഷകരെ അടിമപ്പെടുത്തി വെക്കാനുള്ള ജന്മിത്വത്തിൻ്റെയും സാർ ഭരണകൂടത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായിരുന്നു. സ്വന്തമായ ഉൽപ്പാദനോപാധികളോ കമ്മ്യൂൺ വിട്ടുപോകാനുള്ള അവകാശങ്ങളോ ഇല്ലാത്ത ദരിദ്ര കർഷകർ ധനികരായ കമ്മ്യൂൺ തലവന്മാരുടെ കാൽക്കീഴിൽ കഴിയാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു അക്കാലത്ത്. ഈ വില്ലേജ് കമ്മ്യൂണുകളിലെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് കമ്മ്യൂൺ തലവന്മാരുടെ കാൽക്കീഴിൽ കഴിയുക എന്നുള്ളത് മാത്രമായിരുന്നു. എന്തെങ്കിലും പരിമിതമായ സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കണമായിരുന്നുവെങ്കിൽ അതിന് പകരമായി അവർ തങ്ങളുടെ വിളവിൻ്റെ സിംഹഭാഗവും കമ്മ്യൂൺ തലവന്മാരെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ പണക്കാരുടെ കൃഷിപ്പണിക്കാരായി അടിമവേല ചെയ്യുകയോ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ദയനീയമായ അവസ്ഥ. നൈരോദിക്കുകളുടെ ഈ ആത്മനിഷ്ഠവാദത്തിനും വ്യക്തികളുടെ പദ്ധതിക്കനുസരിച്ചാണ് സമൂഹം വികസിക്കുന്നതെന്ന അവരുടെ ധാരണകൾക്കും ബദലായി ലെനിൻ മറ്റൊരു സിദ്ധാന്തം അക്കാലത്ത് മുന്നോട്ട് വെച്ചു. വ്യക്തികളുടെ ഇച്ഛയെയും ആഗ്രഹത്തെയും ആശ്രയിക്കാത്ത ഒരു വസ്തുനിഷ്ഠ പ്രക്രിയയായിട്ടാണ് ലെനിൻ തൻ്റെ സിദ്ധാന്തം, സാമൂഹ്യ വികാസത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതായത് വ്യക്തികളുടെ ഇച്ഛയെയും ആഗ്രഹത്തെയും ആശ്രയിക്കാത്ത ഒരു വസ്തുനിഷ്ഠ പ്രക്രിയയാണ് സാമൂഹ്യ വികാസം എന്ന് പറയുന്നത് എന്ന് ലെനിൻ ചൂണ്ടിക്കാട്ടി. ഈ വസ്തുനിഷ്ഠ നിയമങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബഹുജനങ്ങളാണ് അതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നത്. അവരാണ് ചരിത്രത്തിൻ്റെ യഥാർത്ഥ ശില്പികൾ എന്ന് പറയുന്നത്. തങ്ങളുടെ സിദ്ധാന്തങ്ങളിലും പ്രവർത്തനങ്ങളിലും ബഹുജന താല്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ മാത്രമാണ്, ചരിത്രത്തിൻ്റെ വസ്തുനിഷ്ഠ നിയമങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് വ്യക്തികൾ സമുന്നതരായി തീരുന്നതെന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം ആവർത്തിച്ചുറപ്പിച്ചു. അങ്ങനെ നൈരോദിക്കുകളും
മാർക്സിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം ലെനിൻ വളരെ പച്ചയായ നിലയിലേക്ക് വേർതിരിച്ചു കാണിച്ചു, എടുത്തു കാണിച്ചു. മാർക്സിസ്റ്റുകാർ സർവോപരി ലെനിൻ ഉൾപ്പെടെ പ്ലഹനോവും ലെനിനും എല്ലാം നരോദിക്കുകൾക്കെതിരായി നടത്തിയ വിജയകരമായ സമരത്തിൻ്റെ ഉയർച്ചയിൽ ഈ ഒരു പറയുന്ന വാദങ്ങൾ നല്ല നിലയിലേക്ക് ജനങ്ങൾക്കിടയിൽ അവർക്ക് പ്രചരിപ്പിക്കാനായി, ജനങ്ങൾ സ്വീകരിക്കാനും ഇടയായി. സ്വയം മാർക്സിസ്റ്റുകാരെന്ന് അവകാശപ്പെടുകയും എന്നാൽ മാർക്സിസത്തിന് സ്വന്തമായ വ്യാഖ്യാനം നൽകുകയും ചെയ്ത കുറേ പ്രത്യയശാസ്ത്രജ്ഞർ ഇക്കാലത്ത് ഈ പറയുന്ന ലെനിനും യഥാർത്ഥ മാർക്സിസ്റ്റുകൾക്കും എതിരായി അക്കാലത്ത് ഉയർന്നു വരികയുണ്ടായി. നിയമവിധേയ മാർക്സിസ്റ്റുകൾ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്. നിരോധിക്കുകളുടെ ആത്മനിഷ്ഠവാദത്തെ വിമർശിക്കുമ്പോൾ തന്നെ ഈ നിയമവിധേയ മാർക്സിസ്റ്റുകൾ മാർക്സിസത്തിൻ്റെ നേരെ എതിർവശത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ എതിർവശത്തേക്ക് പോകുന്ന പ്രത്യയശാസ്ത്രമെല്ലാമാണ് അവർ മുന്നോട്ട് വച്ചത്. അതായത് വസ്തുനിഷ്ഠ നിയമം എല്ലാമാണ്, മനുഷ്യനൊന്നുമല്ല. വസ്തുനിഷ്ഠ നിയമം എല്ലാമാണ്, മനുഷ്യനൊന്നുമല്ല എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. നീക്കുപോക്കില്ലാത്ത വസ്തുനിഷ്ഠ നിയമങ്ങളുടെ, അനുശാസനങ്ങളുടെ വെറും നിഷ്ക്രിയമായ നിർവാഹകൻ മാത്രമാണ് മനുഷ്യനെന്നായിരുന്നു ഈ പറയുന്ന നിയമവിധേയ മാർക്സിസ്റ്റുകൾ വാദിച്ചുകൊണ്ടിരുന്നത്. നിരോധികൾ പറയും പോലെ ചരിത്രത്തിൻ്റെ രചയിതാവല്ല മനുഷ്യൻ, പിന്നെയോ തനിക്ക് അതീതമായ ശക്തികൾ എഴുതി വെച്ച തിരക്കഥക്കനുസരിച്ച് അതിൻ്റെ ഭാഗം അഭിനയിച്ചു തീർക്കുന്ന നടനാണ് മനുഷ്യൻ എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരുന്നത്. ഈ ധാരണ അനുസരിച്ച് നിയമവിധേയ മാർക്സിസ്റ്റുകൾ തന്നെ ചില പ്രായോഗിക നിഗമനങ്ങളിൽ അക്കാലത്ത് എത്തിച്ചേരുകയുണ്ടായി. റഷ്യ മുതലാളിത്ത പാത സ്വീകരിച്ചതുകൊണ്ടും മുതലാളിത്തം റഷ്യൻ സമൂഹത്തിൻ്റെ വികാസത്തിലെ ചരിത്രപരമായ ഒരാവശ്യമായ ഘട്ടമായതുകൊണ്ടും അതിനെതിരായി സമരം ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല എന്നായിരുന്നു അവരുടെ നിഗമനം. ചരിത്രപരമായ ആ അനിവാര്യത അംഗീകരിക്കുകയും ഫ്യൂഡലിസത്തെ അപേക്ഷിച്ച് കൂടുതൽ പുരോഗമനപരമായ മുതലാളിത്ത സംവിധാനത്തിൻ്റെ വികാസത്തെ സഹായിക്കുകയുമാണ് വേണ്ടതെന്നും അവർ നിരന്തരമായി വാദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ വിശേഷപ്പെട്ട മാർക്സിസ്റ്റുകൾ റഷ്യൻ മുതലാളിത്ത പക്ഷക്കാരുടെ പാളയത്തിലേക്ക് എത്തി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായി പിന്നീട് മാറുകയും ചെയ്തു. നെരോദിസത്തിൻ്റെ സാമ്പത്തിക സത്തയും അതിൻ്റെ സൈദ്ധാന്തികനായ സ്ട്രൂവേയുടെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വിമർശനവുമെല്ലാം 1894-95 കാലത്ത് തന്നെ സഖാവ് ലെനിൻ വളരെ സജീവമായ നിലയിലേക്ക് സമൂഹത്തിൽ പറയുകയുണ്ടായി, എഴുതുകയുണ്ടായി. അദ്ദേഹം അങ്ങനെ ഒരു പുസ്തകം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നെരോദിസത്തിൻ്റെ സാമ്പത്തിക ശക്തിയും അതിൻ്റെ സൈദ്ധാന്തികനായ സ്ട്രൂവേയുടെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വിമർശനവും എന്ന പുസ്തകം തന്നെ അദ്ദേഹം ഇക്കാലത്ത് എഴുതിയിരുന്നു. ആ കൃതിയിൽ അദ്ദേഹം ഈ പറയുന്ന കപട മാർക്സിസ്റ്റുകളെ വളരെ കൃത്യമായ നിലയിലേക്ക് തുറന്നു കാണിക്കുകയും ചെയ്തു. നിയമവിധേയ മാർക്സിസ്റ്റുകളുടെ നിലപാടിൻ്റെ സാരാംശത്തെ കൃത്യമായി നിർവചിക്കുന്ന ഒരു ഉപശീർഷകവും അദ്ദേഹം ആ പുസ്തകത്തിന് നൽകുകയുണ്ടായിരുന്നു. അത് ബൂർഷ്വാ സാഹിത്യത്തിൽ മാർക്സിസത്തിൻ്റെ പ്രതിഫലനം എന്നതായിരുന്നു. ബൂർഷ്വാ വസ്തുനിഷ്ഠവാദത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അർത്ഥത്തിലാണ് മാർക്സിസം ചരിത്ര പ്രക്രിയയുടെ വസ്തുനിഷ്ഠതയെ മനസ്സിലാക്കുന്നത് എന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിച്ചു. അതായത് ചരിത്ര പ്രക്രിയ എന്നാൽ വസ്തുനിഷ്ഠ സാമൂഹ്യ സാഹചര്യങ്ങളാൽ നിർണയിക്കപ്പെടുന്ന വർഗസമരമാണെന്നർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒരു ചരിത്ര പ്രക്രിയയുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാൽ മാത്രം പോരാ, അതിൻ്റെ ഉള്ളടക്കത്തെ ഏതെല്ലാം വർഗങ്ങൾ എങ്ങനെ നിർണയിക്കുന്നു, അതിന് കാരണമെന്താണ് എന്ന് പരിശോധിക്കാനും സാമൂഹ്യ ശാസ്ത്രജ്ഞർക്ക് ബാധ്യതയുണ്ട് എന്ന് ലെനിൻ ഇവരുടെ വാദങ്ങളെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വർഗസമരത്തിൻ്റെ വസ്തുനിഷ്ഠ സാധ്യതകളിൽ നിന്നും കടമകളിൽ നിന്നും ഉടലെടുക്കുന്നതും സാമൂഹ്യ സമരത്തിൽ മർദ്ദിത വർഗത്തിൻ്റെ താല്പര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും പരസ്യമായും വ്യക്തമായും നിർവചിക്കുന്നതുമായ ഒരു വിപ്ലവാഹ്വാനമാണ് ഉയരേണ്ടതെന്ന് സഖാവ് ലെനിൻ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചു. അതായത് സഖാവ് ലെനിൻ അദ്ദേഹത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെയാണ് ഉപസംഹരിക്കുന്നത്: മാർക്സിസത്തിൻ്റെ ശാസ്ത്രീയ വസ്തുനിഷ്ഠതയിൽ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കക്ഷിപരത അടങ്ങിയിട്ടുണ്ട്. മാർക്സിസത്തിൻ്റെ ശാസ്ത്രീയമായ വസ്തുനിഷ്ഠതയിൽ ഒരു കക്ഷിപരത അടങ്ങിയിട്ടുണ്ട്.
സംഭവഗതികളെ വിലയിരുത്തുമ്പോൾ ഒരു നിശ്ചിത സാമൂഹ്യ വിഭാഗത്തിൻ്റെ അധ്വാന വർഗത്തിൻ്റെ നിലപാടുകൾ പ്രത്യക്ഷമായും പരസ്യമായും അംഗീകരിക്കണമെന്നും അത് അനുശാസിക്കുന്നു. അതായത് ഈ കക്ഷിപരത എന്ന് പറയുന്നത് അധ്വാന ജനവിഭാഗത്തിൻ്റെ അധ്വാനിക്കുന്നവരുടെ നിലപാടുകൾ പ്രത്യക്ഷമായും പരസ്യമായും അംഗീകരിക്കലാണ് എന്ന് സഖാവ് ലെനിൻ ആ ഭാഗത്ത് കൂട്ടിച്ചേർത്തു. ചരിത്രത്തെക്കുറിച്ചുള്ള ഭൗതികപരമായ ധാരണയുടെ ഈ തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് റഷ്യയിലെ മുതലാളിത്തത്തിൻ്റെ വികാസത്തെക്കുറിച്ചും സോഷ്യലിസ്റ്റ് വിപ്ലവത്തെക്കുറിച്ചും വിപ്ലവ പാർട്ടിയെക്കുറിച്ചെല്ലാമുള്ള തൻ്റെ സിദ്ധാന്തങ്ങൾ സഖാവ് ലെനിൻ ആവിഷ്കരിച്ചത്. സ്ഥിതിവിവര കണക്കുകളുടെയും വസ്തുതകളുടെയും ബൃഹത്തായൊരു ശേഖരത്തെ സസൂക്ഷ്മം പരിശോധിക്കുകയും അപഗ്രഥിക്കുകയും എല്ലാം ചെയ്ത ശേഷമാണ് റഷ്യയിലെ മുതലാളിത്തത്തിൻ്റെ വികാസം എന്ന കൃതി 1899 സഖാവ് ലെനിൻ എഴുതിയത്. റഷ്യയിൽ വില്ലേജ് കമ്മ്യൂൺ നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണെന്നും കൂലിവേലക്കാരെന്നും ഗ്രാമീണ ബൂർഷ്വാസി എന്നുമുള്ള ഒരു വേർതിരിവ് കർഷകർക്കിടയിൽ നടക്കുന്നുണ്ടെന്നും ഒരു അഖില റഷ്യ കമ്പോളം രൂപമെടുക്കുന്നുണ്ടെന്നും ഈ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അദ്ദേഹം തൻ്റെ പുസ്തകത്തിലൂടെ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. അത് കൃത്യമായി അദ്ദേഹം തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. സഖാവ് ലെനിൻ റഷ്യയിലെ വൻകിട യന്ത്ര വ്യവസായത്തിൻ്റെ വികാസത്തെ വിശദമായി തന്നെ പരിശോധിക്കുകയും വ്യാവസായികോൽപാദനത്തിൻ്റെ മുതലാളിത്ത സ്വഭാവത്തെ വിശദീകരിക്കുകയും ഇതോടൊപ്പം തന്നെ ചെയ്തിരുന്നു. സാമ്പത്തികമായും രാഷ്ട്രീയമായും റഷ്യൻ തൊഴിലാളി വർഗം ആർജിച്ചു വരുന്ന വർദ്ധമാനമായ പ്രാധാന്യത്തെ സഖാവ് ലെനിൻ കൃത്യമായി ഈ കൃതിയിൽ നിർവചിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പ്രാധാന്യം അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞു. റഷ്യയിൽ ജന്മിമാരുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ന പോലെ തന്നെ കർഷകരുടെ സമ്പദ് വ്യവസ്ഥയിലും സാമ്പത്തിക സ്ഥിതിയിലുമെല്ലാം സമ്പദ് വ്യവസ്ഥയിൽ വില്ലേജ് കമ്മ്യൂണിന് പുറത്തെന്ന പോലെ തന്നെ അകത്തും കാർഷിക ബന്ധങ്ങളുടെ വികാസം നടക്കുന്നത് മുതലാളിത്ത പാതയിലൂടെ തന്നെയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതായത് റഷ്യയിലെ മുതലാളിത്തത്തിൻ്റെ വികാസം എന്ന് പറയുന്നത് വില്ലേജ് കമ്മ്യൂണിന് പുറത്തെന്ന പോലെ അതിനകത്തും അതിൻ്റെ വികാസം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജന്മിമാരുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ന പോലെ തന്നെ കർഷകരുടെ സമ്പദ് വ്യവസ്ഥക്കകത്തും ഇപ്പറയുന്ന നിലയിലേക്കുള്ള ഒരു മുതലാളിത്ത വികാസം അതിശക്തമായ നിലയിലേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മുതലാളിത്തപരമല്ലാത്ത ഒരു പാതയോ വർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്തപരമല്ലാത്ത ഒരു ചേരിതിരിവോ ഉണ്ടാവില്ലെന്നുമാണ് ഈ വികാസം നിർണയിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ലെനിൻ ചൂണ്ടിക്കാണിച്ചു. ആരാണ് ജനമിത്രങ്ങൾ എന്ന പ്രമേയത്തിൽ ലെനിൻ ഇക്കാര്യം വളരെ വിശദമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതായത് റഷ്യ തീർത്തും ഒരു ബൂർഷ്വാ വികാസ പാതയിലേക്ക്, മുതലാളിത്ത വികാസ പാതയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. റഷ്യയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ചൂഷണം അതിൻ്റെ സാരാംശത്തിൽ മുതലാളിത്തപരമാണെന്ന് എല്ലായിടത്തും തെളിഞ്ഞിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം നാളത്തെ മനുഷ്യൻ തൊഴിലാളിയാണ്. ഇതാണ് ലെനിൻ്റെ ഉജ്ജ്വലമായ പ്രമേയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് വിപ്ലവകാരികൾ തൊഴിലാളി വർഗത്തിനിടയിലുള്ള പ്രവർത്തനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു ഈ നിഗമനം ഏറ്റവും പ്രധാനമായി ലെനിനെയും അവിടുത്തെ മാർക്സിസ്റ്റുകളെയും എല്ലാം എത്തിച്ചത്. തൊഴിലാളികളെ ഉത്ബുദ്ധരാക്കുക, തങ്ങളുടെ മർദ്ദിതാവസ്ഥക്കുള്ള യഥാർത്ഥ കാരണങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക, അവരെ ഒന്നിച്ചണിനിരത്തുകയും സംഘടിപ്പിക്കുകയും ചെയ്യുക, തൊഴിലാളി വർഗത്തിനും സാറിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിനുമെതിരായ ബഹുജന രാഷ്ട്രീയ സമരങ്ങളിലേക്ക് അവരെ തട്ടി ഉണർത്തി കൊണ്ടുവരിക, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് സഖാവ് ലെനിൻ റഷ്യയിലെ മാർക്സിസ്റ്റ് വിപ്ലവകാരികളെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെയുള്ളൊരു വിപ്ലവ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ തൊഴിലാളി വർഗത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു നേതാവാൻ കഴിയൂ എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കുന്നതിലാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും സഖാവ് ലെനിൻ മുഖ്യമായും ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്.